ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ സാധാരണ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് പല സെറ്റിംഗ്സുകളും നമ്മൾ ഓൺ ചെയ്ത് വെക്കാറുണ്ട്, ചിലതൊക്കെ ഓഫ് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അത് ഓഫ് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിങ് പാസ്വേഡുകൾ, ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡുകൾ, കാര്യങ്ങളെല്ലാം ലീക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞിരുന്ന വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അതിന് ശേഷം ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഓഫ് ചെയ്യുക. മാത്രമല്ല, ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ നിരവധി ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ നമ്മൾ ബാങ്കിങ് പാസ്വേഡുകൾ, നമ്മുടെ ബിസിനസിന്റെ കുറെ ഐഡികൾ, കാര്യങ്ങളൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കാറുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഓഫ് ചെയ്യേണ്ട ഒരു സെറ്റിംഗ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം, ലൈവായിട്ട് തന്നെയാണ്. അപ്പൊ അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കിങ് പാസ്വേഡുകളോ അല്ലെങ്കിൽ ആപ്ലിക്കേഷന്റെ പാസ്വേഡുകളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റിംഗ്സിലൊന്ന് പോവുക. സെറ്റിംഗ്സിൽ ഒന്ന് പോയിട്ട് ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അങ്ങനെ കാണാത്തവരാണെങ്കിൽ, ചില മൊബൈൽ അത് കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്, അപ്പൊ നമ്മൾ ഏറ്റവും മുകളിൽ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോഴും നമുക്ക് ഈ ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അപ്പൊ ഞാനിവിടെ ഗൂഗിൾ എടുത്തിട്ടുണ്ട്. ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്ന ഇമെയിൽ ID ഏറ്റവും മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന് തൊട്ട താഴെയായിട്ട് ഓൾ സർവീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓൾ സർവീസസ്, എല്ലാവരും അത് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യണമെങ്കിൽ. ഓൾ സർവീസസ് അങ്ങനെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പേഴ്സണലൈസ് യൂസിങ് ഷെയർ ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. പേഴ്സണലൈസ് യൂസിങ് ഷെയർ ഡാറ്റ. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം പേഴ്സണലൈസ് യൂസിങ് ഷെയർ ഡാറ്റ. അതിൽ നമുക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആപ്പുകൾക്കൊക്കെ നമ്മളിവിടെ അലോ പെർമിഷൻ കൊടുത്ത ഏതൊക്കെയാ നോക്കുക. ഇവിടെ ഞാൻ മാപ്സ് ഓഫ് ആണ്, ജിമെയിൽ ഓഫ് ആണ്, അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഓഫ് ആണ്. പക്ഷെ അതിൽ ഒരു കാര്യം മാത്രം ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ഈ ആപ്ലിക്കേഷനിലുള്ള കാര്യങ്ങളെല്ലാം ഇവര് തേർഡ് പാർട്ടിക്ക് ഗൂഗിളിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ മാപ്സ് വഴി അവർക്ക് അറിയാൻ സാധിക്കും. ജിമെയിൽ വഴി നമ്മുടെ കാര്യങ്ങൾ അറിയാം. നമ്മളെ സൗണ്ട് കാര്യങ്ങളൊക്കെ അവർ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് കീപ് നോട്ട്സ്. നിങ്ങളുടെ ഫോണിൽ നോട്ട്സ് ഉണ്ടെങ്കിൽ, അപ്പൊ നോട്ട്സ് ഇവിടെ ഞാൻ ഓൺ ആണ്, അത് എന്തായാലും ഓഫ് ചെയ്ത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് നോട്ട്സ്, കീപ് നോട്ട്സ് എന്ന് പറഞ്ഞുതരാം. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ഓപ്പോ ഫോണാണ്. അവിടെ നമുക്ക് കീപ് നോട്ട്സ് ആണ്, ചിലതിൽ നോട്ട്സ് ആണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഞാൻ ആ കാര്യം കുറച്ചൊന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ കീപ് നോട്ട്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ പലരും എന്താ ചെയ്ത് വെക്കുന്നത്, നമ്മുടെ ബാങ്കിന്റെ പാസ്വേഡ് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ശരിക്കും ഡയറിയിലൊക്കെയാണ് എഴുതി വെക്കേണ്ടത്. അതിന് പകരം നമ്മൾ നോട്ട്സിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ നമുക്ക് ജിമെയിലിന്റെ ഒക്കെ പാസ്വേഡൊക്കെ നമ്മൾ അതിൽ സേവ് ചെയ്ത് വെക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ കീപ് നോട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഓഫ് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ പാസ്വേഡുകൾ, ബാങ്കിങ് പാസ്വേഡുകളൊക്കെ ഷെയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്.